നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. അതിൽ നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ 1-2 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് കടത്തിൽ മുങ്ങി ഇരിക്കുകയാണ്, എങ്ങനെ രക്ഷപ്പെടുന്ന അറിഞ്ഞൂടാ, എൻ്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇനിയും ഞാനാകെ നശിച്ച് നിൽക്കുവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ സങ്കടം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നതാണ്. ഞാനത് അത്ര തന്നെ തീവ്രതയോടെ ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിവിടെ അത് പറഞ്ഞു, നമ്മളുടെ വിഷമം ഇറക്കി വെച്ചു. ഇനി ലൈഫിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതുപോലെ എസ്പെഷ്യലി ഒരിടത്തും അത് എഴുതി വെക്കാതിരിക്കുക, ഒരിക്കലും അത് എഴുതി വെക്കാതിരിക്കുക. എഴുതി വെക്കൂ, അല്ലെങ്കിൽ അത് തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കാതിരിക്കുക. അതാണ് ഞാൻ നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, എന്ത് പറയുന്നോ, നമ്മൾ അതായി മാറും. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ വിഷമം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ ഇനി നമ്മളങ്ങനെ എവിടെയും പറയാതിരിക്കുക. നമ്മുടെ അത്രയും സങ്കടം വരുമ്പോൾ നമ്മൾ ഒബിയസ്ലി നമ്മൾ ഷെയർ ചെയ്യും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത്. പക്ഷേ കഴിയുന്നതും നമ്മൾ അത്തരത്തിലുള്ള വാക്കുകളോ അല്ലെ അത്തരത്തിലുള്ള ചിന്തകളോ മനസ്സിലുണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം നമ്മളൊരു മാനിഫെസ്റ്റേഷൻ്റെ ഫേസിലൂടെ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടണ്ടേ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇനി ഒരു നെഗറ്റീവ് സാധനവും നമ്മളുടെ ലൈഫിലേക്ക് കയറി വരരുത്. ഇപ്പം ഞാനിപ്പോൾ എഴുതുവാണ്, എനിക്ക് കമൻറ്റ് ചെയ്യുവാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രശ്നത്തിലാണ്, എനിക്ക് കടമുണ്ട്, കടം എങ്ങനെ തീർക്കുമെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഇങ്ങനെ ചെറിയ ജോലികളോ നടക്കുമോ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ നമ്മളുടെ മൈൻഡിന് കിട്ടുന്ന മെസ്സേജ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടുന്ന മെസ്സേജ്, യൂണിവേഴ്സിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നെഗറ്റീവാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ് എന്നുള്ള മെസ്സേജ് യൂണിവേഴ്സിന് കിട്ടുകയും അത് തന്നെ നമ്മളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ എഴുതണം, ഞാൻ ഒരു കോടീശ്വരനാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, എൻ്റെ കടമെല്ലാം എനിക്ക് കൊടുത്ത് തീർക്കാൻ പറ്റി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്, എൻ്റെ കുടുംബജീവിതം ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് നിങ്ങൾ ഇനിയുള്ള കമൻസിൽ നിങ്ങൾ അങ്ങനെ എഴുതണം. നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, അതിന് നിങ്ങൾ വിഷമങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വോയിസ് പ്ലാറ്റ്ഫോമിലോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈവൻ ലൈവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ്, നിങ്ങൾ വേറെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? അതിലൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവർ വീഡിയോയുടെ താഴെ അവർ കമൻറ്റ് ചെയ്യും, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ കമൻറ്റ് ചെയ്യും. നിങ്ങൾ എഴുതി നിങ്ങളുടെ അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതേ എഫക്റ്റ് തന്നെയാണ് ഈ കമൻറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത ഒരാളും ഇല്ല. എനിക്കും ഉണ്ട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും അടുത്ത് വന്നതാണ്. പക്ഷേ ഈ അവസാന നിമിഷം എനിക്ക് കുറേ നമ്മൾ ഹേർഡിൽസ് മുന്നിൽ വരുന്നുണ്ട്. ഒരുപാട് കടമ്പകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മുടങ്ങി പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഐ ഫീൽ പോസിറ്റീവ്. അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതൊന്ന് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ. അത് ഓർത്ത് ഞാൻ വിഷമിക്കുകയും കരയൊക്കെ ചെയ്തു. ഒക്കെ ശരിയാണ്. എൻ്റെ ലൈഫിന് ഇപ്പോഴുള്ള സ്റ്റേജിൽ ഇനി ഞാൻ ആഗ്രഹിച്ച ഒരു ഡ്രീം എനിക്ക് എത്താൻ പറ്റുമോ എന്ന് ഡൗട്ട് എനിക്ക് തോന്നിപ്പിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് കംഫർട്ടബിളായിട്ട് അവിടെ തന്നെ ഇപ്പോൾ എനിക്ക് എല്ലാം കംഫർട്ടബിൾ ആയുള്ള പ്ലേസ് ഉണ്ട്. പക്ഷേ എനിക്ക് അവിടെ മാത്രം നിന്നാൽ പോലും, എനിക്ക് ഇനി ഉയരണം, എനിക്ക് എൻ്റെ നെക്സ്റ്റ് സ്റ്റേജിൽ പോകണം. ഇനിയുള്ള 5 ഇയേഴ്സിൽ ഞാൻ കണ്ടൊരു ഡ്രീമുണ്ട്. ഞാൻ ഇനിയുള്ള 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇതുവരെ എത്താൻ പറ്റി. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് പറയാം, അതെല്ലാം നടക്കട്ടെ, എല്ലാം നടന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്തായിരുന്നു എൻ്റെ ആ ഡ്രീം എന്ന്. ഞാൻ അതൊന്ന് അച്ചീവ് ചെയ്യട്ടെ. പക്ഷേ അതിന് മുന്നിൽ ഇപ്പോൾ ഒരുപാട് ഹേർഡിൽസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചാൽ എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല
എനിക്കൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് വേറെ ചില ആൾക്കാരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെനിക്ക് മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ഓർത്ത് വറീഡാവുന്നില്ല. അത് എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അത് നടക്കട്ടെ. അപ്പോൾ അതേപോലെ നമുക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. പ്രശ്നമില്ലാത്ത അറിയാം, അംബാനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഈ വലിയ വലിയ ബില്യണേഴ്സ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? പക്ഷേ അവരതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിലാണ് അവരുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഇത് മാനിഫെസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, അല്ലാതെയും നിങ്ങളുടെ വിഷമങ്ങൾ പോയിട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയി പറയരുത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ പറയുമ്പം കേൾക്കുന്ന വ്യക്തി നമ്മളടുത്ത് സഹതാപം തോന്നുകയോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അനുകമ്പ തോന്നുകയോ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ആശ്വസിപ്പിക്കുകയോ പോലും അവർ ചെയ്യില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ ചെയ്താൽ പോലും ഉള്ളിൽ അവർ ചിരിക്കുകയായിരിക്കും. കാരണം നമ്മളുടെ അവസ്ഥ നമ്മൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. കാരണം ഞാൻ അതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. എനിക്കത് മനസ്സിലാവും. എനിക്കത് അത്രത്തോളം വേദനയോടുകൂടി എനിക്കത് വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളെ അടുത്തറിയുന്ന ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ഞാൻ പറയട്ടെ, മറ്റൊരാൾ നമ്മളെക്കാൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ലോകത്തുള്ളൂ. നമ്മൾ അവരെക്കാൾ നന്നാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റാതാവുകയും കുശുമ്പ് തോന്നുകയും എങ്ങനെയെങ്കിലും നശിച്ചു പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള ഭൂരിഭാഗമുള്ള ആൾക്കാർ. അതേപോലെ തന്നെ നിങ്ങളുടെ വിഷമം പറയുമ്പോഴത്തേക്കും അതുപോലെ ചിലപ്പോൾ അവർ ഉള്ളിൽ കൊണ്ട് സന്തോഷിക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർ കേട്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് നമുക്ക് കേൾക്കാൻ ഒരാളെ ആയിരിക്കും ആവശ്യം വരിക. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയും. അത് കേട്ടിട്ട് ഉള്ളിൽ സന്തോഷം, നമ്മൾ സാരില്ല പോട്ടെ, അയ്യോ ഇങ്ങനെ ഉണ്ടായോ, നിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയും നമ്മളെടുത്ത്. പക്ഷേ ഒരിക്കലും അവർ നമ്മളെ സഹായിക്കാനും പോകുന്നില്ല, നമ്മളടുത്ത് അനുകമ്പ കാണിക്കാനും പോകുന്നില്ല, നമുക്കൊരു വഴി പറഞ്ഞു തരാനും പോകുന്നില്ല. അതുകൊണ്ട് ഇനി ആരെടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണ്ട. അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം ഈ പറയുന്ന അവർ നമ്മളെ അത്രയും ഈ അപമാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പം ആൾക്കാർക്ക് നമ്മളെ അപമാനിക്കാനുള്ള ഒരു കാര്യം നമ്മൾ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കരുത്. നമ്മളെപ്പറ്റി അവരുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ നശിപ്പിക്കാനുള്ള താക്കോൽ ഒരാളുടെ കയ്യിലും കൊണ്ടുപോയി കൊടുക്കരുത്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം, എന്തായാലും ഇവരുടെ അടുത്ത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത്? നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചോ, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, പാരൻസ്, അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞോ. ചിലപ്പം നല്ല ഫാമിലി ആണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും, അവർ നിങ്ങളുടെ അടുത്ത് പോട്ടെ, വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. അല്ലാതെ പുറത്ത് ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈവൻ നമ്മൾ ചില ആൾക്കാർക്ക് മാത്രമേ നല്ല സുഹൃത്തുക്കളെ പോലും കിട്ടാറുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നം. രണ്ടാമത്തത്, അത് നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് വീണ്ടും വീണ്ടും അതേ അവസ്ഥ ഉണ്ടാകാനായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവ് കാര്യങ്ങളും, ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ അങ്ങനെ പറയുമായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് അങ്ങനെ പറയുമ്പം എന്തോ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ അവസ്ഥ അങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, നമ്മളുടെ നിവർത്തികേട് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്ത്, അല്ലേ, നമുക്ക് അത്ര നിവർത്തികേട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ അവിടെ പോയി നിൽക്കേണ്ടി വന്നതല്ലേ, നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അന്ന് ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ദൈവം സഹായിച്ച എല്ലാം ദൈവം നമുക്ക് തന്നിട്ടും ഇപ്പോഴും ഇത് പറയും, ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കും. അതായത് നമ്മൾ അത്രയും നമ്മളുടെ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ, നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിരുന്നു എന്നൊക്കെ രീതി ഞാൻ പറയരുത്. എൻ്റെ മുന്നിൽ വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മാത്രമെന്നല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അത് തന്നെ അവരുടെ ലൈഫിൽ അത് സംഭവിക്കും. ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാനൊരു പ്രൊമോഷൻ്റെ കാര്യമാണെന്ന് ചോദിച്ചു, നമുക്കൊന്നും അവർ ചിലപ്പം തരത്തില്ലായിരിക്കും, നമ്മളെയൊക്കെ അവർക്ക് അറിയാമായിരിക്കുമല്ലോ, ചിലപ്പോൾ നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ചിലപ്പം അവർ നിന്നെ തഴയുമായിരിക്കും എന്നൊക്കെ അങ്ങ് പറയും.
അങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ നല്ലത് ഉദ്ദേശിച്ചാണ് പറയുന്നത്, അമ്മയുടെ മനസ്സിലുള്ള വിഷമമാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ, അത് നമ്മൾ പോലും അറിയാതെ അത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ അമ്മയോട് പറയാം, അങ്ങനെ പറയരുത്, എന്തായാലും നിനക്ക് പ്രൊമോഷൻ കിട്ടും, നിനക്കല്ലാതെ വേറെ ആർക്കാ പ്രൊമോഷൻ കിട്ടുക, നീയാണ് ഇതിനകത്ത് ഏറ്റവും എലിജിബിൾ ഉള്ള ആൾ, അവർ കണ്ണും പൂട്ടി നിനക്ക് പ്രൊമോഷൻ തരും എന്ന് പറയണം. ഓക്കെ, നമ്മളുടെ ഉള്ളിലുള്ളത് എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ചിന്താഗതി നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ നെഗറ്റീവായിട്ട് രീതിയിൽ ഒന്നും നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ, ഇനിയെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മറക്കണം. നമുക്ക് നെഗറ്റീവ് ചിന്ത വരത്തില്ലെന്നല്ല, നെഗറ്റീവ് ചിന്ത വരും, എന്തായാലും വരും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആ വരുന്ന സെക്കൻഡ് നിങ്ങളത് അത് മാറ്റിക്കളയണം. അത് എങ്ങനെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വലിയ ഓവർ തിങ്കറാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനത് മാറ്റിയെടുക്കുന്നത്. പക്ഷേ അത് മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു ഹെല്ലായിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അനാവശ്യമായ രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്ത് ലൈഫിൽ കൊണ്ടുവരുത്തരുത്. ഒരിടത്തും പോയി എഴുതി വെക്കരുത്. പിന്നെ ഞാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞു, അവിടെ പോയിട്ട് അയ്യോ എനിക്ക് ഇത്രയും കടമുണ്ട്, ആ കടമെല്ലാം തീരും, അങ്ങനെ പറയരുത്. എനിക്ക് കടമുണ്ട്, ഞാൻ ഓൾറെഡി ഇൻഡെപ്റ്റഡ് ആണ്, ഞാൻ ഓൾറെഡി കടത്തിലാണ് എന്ന് എഴുതുമ്പോൾ നെഗറ്റീവാണ് അവിടെ വരുന്നത്. എനിക്കതുണ്ട് എന്ന് ഞാൻ പറയുമ്പം പ്രസൻറ്റാണ്. അതായത് അവിടെ നമ്മൾക്കതുണ്ട് എന്നാണ് അത് യൂണിവേഴ്സിന് കിട്ടുന്ന മെസ്സേജ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോലെയല്ല. സബ് കോൺഷ്യസ് മൈൻഡാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തിത്തരും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വഴി. സബ് കോൺഷ്യസ് മൈൻഡിന് ബുദ്ധിയില്ല. സബ് കോൺഷ്യസ് മൈൻഡിന് ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സബ് കോൺഷ്യസ് മൈൻഡിന് അറിഞ്ഞുകൂടാ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് മിഥ്യ, എന്താണ് ശരി തെറ്റ് എന്നൊന്നും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രാവർത്തികമാക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ കീ, അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ പക്ഷേ കോൺഷ്യസ് മൈൻഡിനറിയാം. ഇപ്പം ഞാൻ കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഭയങ്കര കോടീശ്വരിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഷ്യസ് മൈൻഡിലറിയാം ഇവൾ കള്ളം പറയുകയാണ് എന്നറിയാം. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് അതറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ കാര്യം തന്നെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് ഒരേ കാര്യം തന്നെ കണ്ടും കേട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളത് തലയിൽ അതിനെ ഫീഡ് ചെയ്യും. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് എന്ത് ചെയ്യും, ആ കമാൻഡ് കൊടുക്കും. നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ചില ഇത് കൊടുക്കത്തില്ലേ, ചില എന്താ പറയുന്നത് പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിനെക്കൊണ്ട് അത് ചെയ്യിക്കത്തില്ലേ, അതുപോലെയാണ് സബ് കോൺഷ്യസ്. എങ്ങനെ വേണമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പ്രോഗ്രാം ചെയ്തെടുപ്പിക്കാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയണം, നീ ഭയങ്കര ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കര ഇൻ്റലിജൻസ് ഉണ്ടാവും എന്നാണ് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ച് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിങ്ങനെ അസുഖമൊക്കെ അഭിനയിക്കും. കോളേജിൽ സ്കൂളിലൊക്കെ പോകാൻ എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമൊക്കെ ആയിരിക്കും നമുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ വയ്യായ്ക വന്നിരിക്കും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് അറിഞ്ഞുകൂടാ ഇത് അഭിനയിക്കുകയാണെന്ന്. ഒബിയസ്ലി അത് നമ്മുടെ ശരീരത്തിൽ വരും. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ റീപ്രോഗ്രാം. ഓൾറെഡി ഉള്ള മൈൻഡിനെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ള സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഭയങ്കര ഡിഫീറ്റഡായി പരാജിതനായിട്ട് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്ത് വിഷമിച്ച് സങ്കടപ്പെട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നോർത്ത് തളർന്നിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ മൈൻഡിനെ പോയിട്ട് തൊട്ട് ഉണർത്തി അതിനെ എന്താ പറയുക, ഇല്ല നീ ഒട്ടും എന്താ പറയുക വീക്കല്ല, നീ ഭയങ്കര സ്ട്രോങ് ആണ്, ഇതാ നോക്ക് നിൻ്റെ മുന്നിൽ പണം വന്നുകൊണ്ടേയിരിക്കുന്നു, ഇതാ നോക്ക് നീ ആഗ്രഹിച്ച ജോലി നിനക്ക് കിട്ടുന്നു, നീ ആഗ്രഹിച്ച പോലെ നിൻ്റെ ലൈഫിലെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കണം. എനിക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന് തോന്നാറ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവമായിരിക്കും ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്. അല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാകുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എനിക്കിപ്പോഴും അത് മനസ്സിലായില്ല. പക്ഷേ സംഭവിക്കുന്നുള്ളത് സത്യമാണ്. അത് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും സംഭവിക്കും. അപ്പം ഇത്രയും വർഷമായിട്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ മൈൻഡിൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പോസിറ്റീവ് കൊടുക്കണം. ഇനി നിങ്ങൾ എൻ്റെ കമൻസിൻ്റെ താഴെ എഴുതുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എഴുതണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്,
അപ്പം ഞാനത് വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഓക്കെ അവരവരുടെ ആഗ്രഹങ്ങൾ എഴുതുവാണ്. അങ്ങനെ ആഗ്രഹിക്കും. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ആവണം നമ്മളുടെ. നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഓരോ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഓരോ സഹോദരങ്ങളും അവർ ഭയങ്കര ഡ്രീം കാണുന്ന, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, നെഗറ്റീവായിട്ട് കാര്യങ്ങൾ എഴുതരുത്, ചിന്തിക്കരുത്. അതേപോലെ തന്നെ നമ്മൾ പറയുമ്പോഴും, ആൾക്കാരുടെ അടുത്ത് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ പോസിറ്റീവായിട്ട് പറയാം. ഞാനിപ്പം എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരുടെ വിചാരം ഞാൻ ഭയങ്കര കോടീശ്വരിയാണെന്നാണ്. എൻ്റെ കഥകളോ എൻ്റെ വിഷമങ്ങളോ ഒന്നും എൻ്റെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ പറയും, ഓ യു ആർ ഓൾറെഡി റീച്ച് റൈറ്റ്, യു ആർ ഓൾറെഡി യു ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്നൊക്കെ പറയും. ഞാൻ പറയും, ഞാൻ യാ കറക്റ്റ്, അതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാലും നമ്മുടെ ചിലവിനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഞാൻ എൻ്റെ എന്നുവെച്ചാൽ ഞാൻ ഇപ്പം ഏകദേശം എനിക്ക് ഈ പറഞ്ഞ അത്രയും എനിക്ക് ആസ്തി ഉണ്ടെങ്കിലും അന്ന് ഫസ്റ്റൊക്കെ പറയുന്ന സമയത്ത് ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ഇത് പറയാറുണ്ട്. അത് പറയുമ്പോൾ ഞാൻ യാ കറക്റ്റ് യാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് കേട്ടിരിക്കാറുണ്ട്. അങ്ങനെ കേട്ടിരിക്കുമ്പം എൻ്റെ സബ് കോൺഷ്യസ്, അപ്പോൾ എനിക്കറിയാം അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അതനുസരിച്ച് റീപ്രോഗ്രാം ചെയ്യും. എൻ്റെ ലൈഫ് അതിനനുസരിച്ച് തന്നെ ട്രാൻസ്ഫോം ആകും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മളെപ്പറ്റി പറയുക, നമ്മളെപ്പറ്റി നല്ല കാര്യങ്ങൾ ആൾക്കാർ പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ആൾക്കാർ നമ്മളെപ്പറ്റി ഇപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ട്രൂത്ത്ഫുള്ളായി ഫെയ്ത്ത്ഫുള്ളായിരിക്കണം ആൾക്കാർ. പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ എല്ലാവരെയും കാണിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ആൾക്കാരുടെ മുന്നിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കോൺഫിഡൻറ്റ് പേഴ്സണായിട്ട്, ഏറ്റവും സക്സസ്ഫുൾ ആളായിട്ട് നമ്മളെ തന്നെ എല്ലാവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് നമ്മളെപ്പറ്റി അങ്ങനെ ഒരു തിങ്കിങ് വരും, നമ്മൾക്കും നമ്മളെപ്പറ്റി അങ്ങനെ ഒരു തിങ്കിങ് വരും. ഇനി ഇത് നമ്മളെന്താ ചിന്തകളുടെ കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ ഇനി അങ്ങോട്ടുള്ള കുറേ നാളെന്നല്ല, ലൈഫ് ലോങ് മുഴുവൻ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാറുള്ളൂ. എനിക്ക് 1-2 കമൻസ് വന്നിരുന്നു. അതിലെഴുതിയിരുന്നു ടോക്സിക് മന്ത്രാസ് എന്നാണല്ലോ ഞാൻ എഴുതിയിരുന്നത്. അതെന്താണ്, നെഗറ്റീവ് അല്ലേ എന്നുള്ളത്. ഞാൻ അതുകൊണ്ടാണ് പേര് മാറ്റിയത്. ഇനി അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യേണ്ട. പക്ഷേ ഞാനത് പറയാൻ കാരണം, ഞാൻ അങ്ങനെ ഒരു പേരിടാൻ കാരണം അതിനൊരു കാരണമുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ലോകത്ത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള വഴികളായിരിക്കില്ല. ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഒരാളും പറഞ്ഞു തരാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ ചിലപ്പോൾ സെൽഫിഷ് ആകാൻ പഠിപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടും, ഹാർഡ് വർക്ക് ചെയ്താലല്ല നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുക, സ്മാർട്ട് വർക്ക് ചെയ്താലാണ് നമ്മൾ സക്സസ്ഫുൾ ആവുക. നിങ്ങൾക്ക് അത് ചിലപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും, ഹൗ ടോക്സിക് ഷീ ഈസ്, അല്ലെങ്കിൽ എത്രയും ടോക്സിക് ആയിട്ടാണോ സംസാരിക്കുക. ബിക്കോസ് ആൾക്കാരുടെ അടുത്ത് അവർക്ക് ആദ്യം അവനവന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം, നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ മറ്റുള്ളവരെ സഹായിക്കണം, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണം, നമ്മളെ സഹായിക്കണം. നമ്മളെ ആരാ പിന്നെ സഹായിക്കുക? നമ്മളെ ആദ്യം സ്വയം രക്ഷപ്പെടുത്ത് എന്നിട്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് കൂടുതൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും രക്ഷപ്പെടുത്താനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി തന്നെ മുങ്ങി താണുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മളും അവരും എല്ലാം താണു പോകും. പിന്നെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ആൾക്കാരത് വില വയ്ക്കത്തില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ലൈഫിലൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പോയിട്ട് ആൾക്കാരുടെ അടുത്ത് നീ അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ പുച്ഛിക്കത്തേ ഉള്ളൂ. പകരം നമ്മൾ നാളെ ലൈഫിൽ സക്സസ്ഫുൾ ആയി നോക്കിക്കേ, അപ്പം നമ്മളുടെ വാക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ലൈഫിൽ കുറച്ച് സെൽഫിഷ് ആകണം. ആ സെൽഫിഷ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ കാരണം ഫോർ ദ ടൈം ബീങ് നിങ്ങൾ സെൽഫിഷ് ആകുന്നതോടുകൂടി കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും.
അങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾക്ക് ലൈഫിൽ ആരും ഇതുവരെ പറഞ്ഞു തരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ലൈഫിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഈ ലോകത്ത് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻസ് എങ്ങനെ കൊണ്ടുവരണം, നിങ്ങൾ എങ്ങനെ മറ്റൊരാൾ നിങ്ങളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ അപമാനിക്കുകയോ ചെയ്യുന്ന സമയത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ചിലപ്പം ഇനി ഒരിക്കലും അവർ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇതെല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അത് ചിലപ്പം എന്താ പറയുന്നത്, എക്സ്ട്രീം രീതിയിലുള്ള ഒരു ചിന്തകളായിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ മോശമാകുന്ന ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പേരിട്ടെന്നേ ഉള്ളൂ. ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ ഫൺ, ചുമ്മാ ഒരു തമാശ രീതിയിൽ ഇട്ടതാണ്, ടോക്സിക് മന്ത്രാസ് എന്നിട്ടത്. പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പേര് മാറ്റി എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതേപോലെ നെഗറ്റീവായിട്ട് കാണുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ അവോയ്ഡ് ചെയ്യും. നെഗറ്റീവ് സംസാരിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും. അവരെയൊക്കെ ബ്ലേറ്റൻ്റായിട്ട് അവോയ്ഡ് ചെയ്യും. മുഖത്ത് നോക്കി പറയും, എനിക്കിഷ്ടമല്ല ഇങ്ങനെ കേൾക്കുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്, എനിക്കിഷ്ടമല്ല. അങ്ങനെ പറയാനായിട്ട് ആരെ കൊണ്ടും പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഞാൻ ലോ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ നമ്മളുടെ കടം ഒക്കെ ഓൾമോസ്റ്റ് തീർത്ത് ഞാൻ കുറച്ച് പൈസ എക്സ്ട്രാ ഉണ്ടാക്കി ഞാൻ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോയി. അപ്പം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പാരൻസിന്, എൻ്റെ ഫാമിലിക്ക് മാത്രം അറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ആരുടെടുത്തും അത് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. നമ്മൾ ലൈഫിലുള്ള പ്ലാനുകളോ പദ്ധതികളോ ഒന്നും ആരുടെടുത്തും പറയരുത്. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ജോബിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ എത്തിയപ്പോഴാണ് എൻ്റെ പാരൻസ് ഇൻ്റർവ്യൂ കോൾ എനിക്ക് വന്നെന്ന് പോലും അറിഞ്ഞു. ഞാൻ എക്സാം എഴുതി അല്ലെങ്കിൽ ഞാൻ എക്സാം ക്ലിയർ ചെയ്തു, ഞാൻ ഇൻ്റർവ്യൂ കോളിൽ വരെ ഞാൻ എത്തി എന്നുള്ളത് എൻ്റെ പാരൻസ് പോലും അറിയുന്നത് ഇൻ്റർവ്യൂവിന്. കാരണം ആ സമയത്ത് എനിക്ക് കൂടെ വരാൻ ആൾ വേണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദൂരെയായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ മാത്രം ഞാൻ ആരുടെടുത്തും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ആൾക്കാരുടെ കണ്ണ് തട്ടുന്നുള്ള അത് സത്യമുള്ള ഈവിളായി എന്ന് പറയുന്നത് ഭയങ്കര സത്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയുന്നതോടുകൂടി നമ്മളുടെ ഫയർ ഓരോ തവണയായിട്ട് ആ ഫയർ കുറഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു സന്തോഷം, അത് കുറച്ചായിട്ട് നമുക്ക് കുറയപ്പോൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകും എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ പതുക്കെ നമുക്ക് ആ ആവേശം കുറയും. പകരം നമ്മളതിങ്ങനെ മനസ്സിലിട്ട് ഒരു മിത്തി പോലെ ഇങ്ങനെ എരിച്ച് അവസാനം അത് എത്തിക്കഴിയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അപ്പോൾ ആ മാനിഫെസ്റ്റേഷന് കുറച്ചും കൂടെ പവർ കൂടും. കാരണം അത്രയ്ക്കും തീവ്രമായിട്ടാണ് നമ്മളിത് ആഗ്രഹിക്കുക. പക്ഷേ ഒരാൾക്കാരുടെ അടുത്ത് നമ്മളത് പറയുന്നതോടുകൂടി അതിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു മാക്സിമം ഒരു രഹസ്യമല്ല, നിങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും ആരുടെടുത്തും പറയാതിരിക്കുക. അപ്പം ഞാനിതുപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ അപ്പം ഞാൻ റിസൈൻ ചെയ്തെന്ന് ഇവർക്കറിയൂ. എന്തിനാണ് റിസൈൻ ചെയ്തതെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ PhD ചെയ്യാൻ പോവാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഒരു ദിവസം നമ്മുടെ ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട്, മോളെ ഇങ്ങ് വന്നേ, ചേട്ടനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെക്കാളും കുറച്ച് മൂത്തതായതുകൊണ്ട് ഞാൻ പറയാണ്, നിനക്ക് നല്ലൊരു ജോബ് ഉണ്ടായിരുന്നില്ലേ, നീ എന്തിനാണ് ആ ജോബ് കളഞ്ഞത്? ഇനി ഇത്രയ്ക്ക് നല്ല ജോബ് ഉണ്ടായിട്ട് നീ ആ ജോബ് റിസൈൻ ചെയ്തത്? നിനക്ക് അത്രയ്ക്ക് ബോധമില്ലേ? ഇനി അങ്ങനൊരു ജോബ് സ്വപ്നത്തിൽ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് അങ്ങനൊരു ജോബ് നിൻ്റെ ലൈഫിൽ നിനക്ക് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നെൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടും. ചേട്ടന് ചിലപ്പം ഇപ്പോൾ ഉള്ള ജോലി പോയി കഴിഞ്ഞാൽ ചേട്ടന് വേറെ ജോലി കിട്ടത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് കിട്ടും. കാരണം ഞാൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഹൈലി ക്വാളിഫൈഡ് ആണ്, ഞാൻ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് എൻ്റെ ചിറകുകളിൽ നല്ല വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ചിറകുകളെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പറന്നു പോയത്. ഇന്ന് ഞാൻ അപ്ലൈ ചെയ്താലും നാളെ എനിക്കൊരു ജോലി കിട്ടുന്ന രീതിയിൽ അത്രയ്ക്കും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും എനിക്കുണ്ട്. സോ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പിന്നെ ലൈഫിൽ ഒരിക്കൽ പോലും, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി വർഷമായി, ഈ പറഞ്ഞ ചേട്ടൻ എന്നെ ഉപദേശിച്ചിട്ടേ ഇല്ല. പുള്ളിയോ പുള്ളിയുടെ വീട്ടുകാരോ അല്ല എന്നെ അറിയുന്ന ആരും ഇപ്പോൾ എന്നെ ഉപദേശിക്കാൻ വരാറില്ല. കാരണം ഉപദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ മറുപടി കൊടുക്കുന്ന അവർക്കറിയാം, അതുപോലെ പറയുന്ന കാര്യം ഞാൻ ചെയ്യും എന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ചില ആൾക്കാർക്ക് മുഖത്ത് നോക്കി നമ്മൾ മറുപടി കൊടുക്കണം. അല്ല, നമ്മൾ എന്തിനാണ് ഈ നെഗറ്റീവ്, ഈ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി നിനക്കിനി ഒരു ജോലി കിട്ടില്ല എന്ന് പറയുമ്പോൾ
അത് എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് പുള്ളി ഈ കാര്യം പറഞ്ഞിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഞാനത് അനുവദിക്കുന്നത്? ആ സെക്കൻഡ് അതവിടെ ക്യാൻസൽ ചെയ്യണം. നിങ്ങൾ പേളിമാണിയുടെ മോട്ടിവേഷൻ വീഡിയോസ് കാണാറുണ്ട്? ഞാൻ കാണാറുണ്ട്. ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു വലിയ നടൻ വന്നിട്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നു. അപ്പം ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പോലും, നിനക്ക് ഓൾറെഡി 30+ ആയില്ലേ, വേഗം തന്നെ കല്യാണമൊക്കെ കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ 30 കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പിന്നെ ഒന്നും ആകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ സെക്കൻഡ് തന്നെ അവർ അപ്പം തന്നെ കൈ നെറ്റിയുടെ അവിടെ വെച്ചിട്ട് പുള്ളിക്കാർ മനസ്സിൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർക്ക് തിരിച്ച് പറയാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കില്ല. ആ സെക്കൻഡ് തന്നെ മൈൻഡിൽ നിന്ന് ആ നെഗറ്റീവ് തോട്ട്, നെഗറ്റീവായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വേർഡ്, അത് അപ്പം തന്നെ അവർ ക്യാൻസൽ എന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുപോലെ നമുക്ക് പറ്റുവാണെങ്കിൽ മുഖത്ത് നോക്കി ഇനി പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളയുക ആ പറയുന്ന കാര്യം. അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് അത് മൈൻഡിൽ നിന്ന്, സബ് മൈൻഡിൽ നിന്ന് അതിനെ വലിച്ച് പറിച്ചെടുത്ത് ദൂരെ കളയുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആൾക്കാർ എല്ലാത്തിനെയും ഒഴിവാക്കി വിടുക. ഒരാളും ഒരു നെഗറ്റീവ് നമ്മുടെ ലൈഫിനെ വെച്ച് പറയണ്ട. അങ്ങനെ പറയാനുള്ള ഒരധികാരവും പിന്നെ ചില ആൾക്കാരെ നമ്മളെടുത്ത് നെഗറ്റീവ് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാം, അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. പോസിറ്റീവായിട്ടെന്ന് വെച്ചാൽ നമുക്കതിനെ ഒരു എന്താ പറയുന്നതിന്, നമുക്കൊരു എന്താ പറയുക, എനിക്കത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിന്നെക്കൊണ്ട് അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് തന്നെ ആ വേർഡ് മനസ്സിൽ വെച്ചിട്ട് എനിക്കത് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലിങ്ങനെ അതിങ്ങനൊരു നെരിപ്പോട് പോലെ നമ്മൾ ഇരിക്കില്ലേ, ആ രീതിയിൽ നമ്മൾക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ജോലിയൊക്കെ കിട്ടി നമ്മൾ വീട് വെക്കാൻ സ്ഥലം മേടിക്കാൻ പോകും. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വീടില്ലാത്ത സ്ഥലമില്ലാത്തതിനെ പറ്റിയിട്ടൊന്നും കൺസേൺ ആവാത്ത നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് കൂടെ, എല്ലാവരും വരും. അതിനിടയ്ക്ക് പാവം എൻ്റെ അച്ഛനെയും അമ്മയും പറ്റിച്ച് വീട് സ്ഥലവും കൈക്കലാക്കിയ ആൾക്കാർ ഉണ്ട്. ഓക്കെ, അവർ പാവങ്ങളായതുകൊണ്ട് അവരെ പറ്റിച്ച് ഭയങ്കര വലിയ ചതിയായിരുന്നു. ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അവരുണ്ട്. അപ്പോൾ ഇവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ അന്ന് എൻ്റെ അടുത്തില്ല. പക്ഷേ എനിക്ക് വീടും സ്ഥലവും വേണം. എനിക്ക് സ്ഥലം വേണം. കാരണം എന്നെ ഒരാൾ നിനക്ക് അഡ്രസ്സ് ഉണ്ടോടി എന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര, എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക്, നിനക്കൊരു അഡ്രസ്സ് പോലും ഇല്ലല്ലോ, നമ്മുടെ ബന്ധു തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, നിനക്കൊരു അഡ്രസ്സ് പോലും ഇല്ലല്ലോ, സ്വന്തമായിട്ടൊരു അഡ്രസ്സ് പോലും ഇല്ലല്ലോ നിനക്ക് എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് എനിക്കൊരു അഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ എനിക്ക് സ്ഥലം വീട്, അപ്പോഴത്തേക്ക് എനിക്ക് പൈസയൊന്നും ആയിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ജോലിക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് വീട് സ്ഥലം വേണം. അപ്പോൾ ഞാൻ വീട് സ്ഥലമൊക്കെ നോക്കുന്നുണ്ട്. ലോണാണ് കേട്ടോ, എല്ലാം ലോൺ തന്നെയാണ്. അപ്പോൾ ലോൺ എടുത്തിട്ട് സ്ഥലം മേടിക്കാം, വീട് വെക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് ഇത് തരാമെന്ന് പറഞ്ഞു. ഏതാണ്? അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് അവർ പറഞ്ഞു അഡ്വാൻസ് തരാനുള്ള പൈസ തരാം, 5 lakhs എന്തോ തരാം, പക്ഷേ അതിനെന്തൊക്കെയോ കുറേ കണ്ടീഷൻസ്. പണ്ട് ഒരുപാട് വർഷം മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ട്രാപ്പിലാണ് എൻ്റെ പാരൻസിനെയും പെടുത്തിയത് ഇവർ. ഇതുപോലെ എന്നിട്ട് എന്തോ പവർ ഓഫ് അറ്റോർണിയൊക്കെ എഴുതി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ പറഞ്ഞ് ഭയങ്കര കൺവിൻസ് ചെയ്യും. അങ്ങനെ കൺവിൻസ് ചെയ്ത് അപ്പോൾ അന്നും എൻ്റെ പാരൻസാണ് കൂടെ പോയത്, ഞാനില്ല, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുക, ഓഫീസിലാണ്. അപ്പം എൻ്റെ പാരൻസിനോട് പറഞ്ഞു നമുക്ക് 5 lakhs ഞങ്ങൾ തരാം, അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരെന്നെ ഫോൺ വിളിച്ചിട്ട് പറയണം, അപ്പം ഞങ്ങളെല്ലാം പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആണോ, ഇപ്പം ഞങ്ങൾ പൈസ റെഡിയാക്കിയോണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്ഥലം മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു, നിനക്ക് സ്ഥലം മേടിക്കാൻ പറ്റില്ലായിരുന്നു, ഇതിപ്പം ഞങ്ങൾ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ സ്ഥലം മേടിച്ചേനെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സെക്കൻഡ് എനിക്ക് എവിടേക്കോ എനിക്കത് കയറിക്കൊണ്ടു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അമ്മയ്ക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ഥലം വേണ്ട. അമ്മ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ഥലം വേണ്ട, നമുക്ക് സ്ഥലം വേണ്ട, അവരുടെ അടുത്ത് പറ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞില്ല. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ പേടിയാണ് ബന്ധുക്കളെയൊക്കെ, അവരൊക്കെ കാശുള്ളവർ, നമ്മൾ കാശില്ലാത്തവർ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം പിന്നെ അതിന് ശേഷം അമ്മ വന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പറയുന്നത്,
എന്ത് പറ്റി എന്നിട്ട് ഇവരെന്നെ വിളിച്ച് ഭയങ്കര പ്രശ്നവും വഴക്കും ഒക്കെ ആയിരുന്നു. എന്തിനാ നീ പിൻവാങ്ങിയത് അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ തൻ്റെടിയാണ് അഹങ്കാരിയാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെ എനിക്ക് പെരുമാറാൻ അറിയുള്ളൂ. എനിക്ക് അവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ അടുത്ത് ക്ഷമിച്ചിട്ടുണ്ട്, അത് എനിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അവരുടെ അടുത്ത് വളരെ സ്നേഹം ഒന്നും അല്ലെങ്കിൽ ബഹുമാനമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. നീ കാരണം അങ്ങ് ഞങ്ങൾ അവിടുന്ന് പൈസ ഉണ്ടാക്കി ഇവിടുന്ന് അപ്പോൾ ഇവരെല്ലാം കുറേ നമ്മൾ ബന്ധുക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് എത്രയോ അങ്ങനെ വലിയ സ്ഥലമാണ് എന്തോ ആണ് മേടിക്കുന്നത്. അപ്പം ഞാൻ പിൻവാങ്ങിയപ്പോഴത്തേക്കും അതപ്പം അത്രയും സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇഷ്യൂ എന്നെ ബാധിക്കുന്നതല്ലേ. എന്നെ ബാധിക്കുന്ന കാര്യം അവർ പറഞ്ഞ ആ വേർഡാണ്. ഞങ്ങളില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ സ്ഥലം ഒരിക്കലും മേടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സ്ഥലം എനിക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റണം. അങ്ങനെ ഇത്രയും നാളും എന്നെ ആരും സഹായിച്ചിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇപ്പം എനിക്കെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സഹായിക്കാനായിട്ട് ഒരാളും വരണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇപ്പം ഞാൻ വാങ്ങിയ സ്ഥലവും വീടും എല്ലാം ഞാൻ സ്വന്തം പൈസ ഉണ്ടാക്കി, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ലോണാണ്, എല്ലാം ലോണാണ്. പക്ഷേ ഒരു രൂപ പോലും വേറെ ആരുടെ നിന്നും കടം മേടിച്ചിട്ടില്ല. ലോൺ തന്ന ബാങ്കിൽ നിന്ന് മാത്രമേ കടം മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് പ്രചോദനമാകാറുണ്ട്. ആ രീതിയിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ആൾക്കാരെയും എല്ലാം ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാം ഒഴിവാക്കുക. 1-2 ഡയലോഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർ ഒഴിഞ്ഞു പൊക്കോളും. നമുക്ക് ലൈഫിൽ ഒരുപാട് ആൾക്കാരൊന്നും വേണ്ടെന്നേ. നമ്മൾ രക്ഷപ്പെടണം, നമ്മളുടെ വിജയം കണ്ട് സന്തോഷിക്കുന്ന നമ്മുടെ വളരെ കുറച്ച് ആൾക്കാർ, അത്ര ആൾക്കാർ മതി നമുക്ക് ലൈഫിൽ ജീവിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഫ്യൂച്ചറിൽ കിട്ടുമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നാളെ വലിയ നിലയിലെത്തിയിട്ട് ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഇല്ലാത്ത ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാർ, ഒരു ആത്മാർത്ഥത ഇല്ലാത്തവർ എല്ലാവരും പൊക്കോട്ടെ, ഒന്നും നമുക്ക് വേണ്ട. ഇനി എങ്ങനെ എഴുതണം എന്നുള്ളത് പറയാം. എഴുതുന്ന സമയത്ത് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എഴുതണമെന്ന്. എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ കംഫർട്ടബിൾ ആ ലാംഗ്വേജിൽ എഴുതാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ വേണം എന്നാണ് എൻ്റെ പ്ലാൻ, എനിക്ക് ഒരാഗ്രഹം. അപ്പം ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്, എനിക്ക് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് 5 ലക്ഷം രൂപ തന്നതിന് ഒരുപാട് നന്ദി. അങ്ങനെ നമുക്ക് അതേ കാര്യം തന്നെ 5-6 തവണ എഴുതുമോ അല്ലെ 10 തവണയോ അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ ആ പേജ് കഴിയുന്നോടം വരെ എഴുതുകയോ ചെയ്യാം. അങ്ങനെ ഡെയിലി നമ്മൾ അങ്ങനെ താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് ഇപ്പം ഏതാ പറയുക, ഒരു എക്സാമ്പിൾ, എന്താ പറയുക, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ജോലി തന്നതിന് ഒരുപാട് നന്ദി. അല്ലെ സെക്രട്ടേറിയറ്റിൽ എനിക്ക് ഒരു ഇപ്പം ഒരു അസിസ്റ്റൻ്റായിട്ടോ എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയതിന് തന്നതിന് ഞാൻ ഒരുപാട് നന്ദി. അത് യൂണിവേഴ്സ് എന്ന് പറയണ്ട, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ദൈവത്തിനെ പറയുക. താങ്ക് യു ആ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എനിക്കിങ്ങനെ ജോലി തന്നതിന് ഒരുപാട് നന്ദി. അങ്ങനെ ഒരു 8-10 അല്ലെങ്കിൽ ഒരു ആ പേജ് മുഴുവനോ നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം എത്ര എഴുതുക എന്നുള്ളത്. പക്ഷേ ആ ഓരോന്ന് എഴുതുമ്പോഴും ആ കിട്ടിയതിന് നിങ്ങൾ ഫീൽ ചെയ്യണം. എനിക്ക് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. അത് പറ്റുവാണെങ്കിൽ കുറച്ച് ഉറക്കെ തന്നെ പറഞ്ഞോ. അപ്പം അത്രത്തോളം അതിന് എഫക്റ്റ്. കാരണം കാഴ്ച, കേൾവി, അതുപോലെ സ്പർശനം, ഇങ്ങനെ 3 നമ്മളുടെ ഇന്ദ്രിയങ്ങളും ഒരേ സമയത്ത് വർക്ക് ചെയ്യും. അത്രത്തോളം ആഴ്ന്ന് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇറങ്ങും. അപ്പം ആ ഫീൽ ചെയ്യണം നമ്മൾ എങ്ങനെ, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, എനിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി തന്നതിനും 1000 മടങ്ങ് താങ്ക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ സംസാര രീതി എങ്ങനെയാണോ അങ്ങനെ എഴുതാം. അത് ഒരു രീതി എന്നല്ല, അങ്ങനെ എഴുതണം. അതാണ് ഒരു സെറ്റ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഡയറി എഴുതുന്ന പോലെ എഴുതാം. ഡയറി എഴുതുന്ന പോലെ എഴുതാമെന്നല്ല, ഇത് രണ്ടും ചെയ്യണം. അതായത് ആദ്യം പറഞ്ഞ് ഇങ്ങനെ ഒരു പേജുള്ള ഇത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന എക്സസൈസാണ്, ഹോംവർക്കാണ്. ഇത് മറന്നു പോകാതിരിക്കാൻ എന്താണ് നമ്മളുടെ
ലക്ഷ്യം, ഗോൾ എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് മറന്നു വരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് മറക്കും, പെട്ടെന്ന് മറക്കും. കാരണം പെട്ടെന്ന് വരുന്നൊരു സംഭവം അത് എപ്പോഴും ടെമ്പററി മെമ്മറിയിലായിരിക്കും സേവ് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് പെർമനൻ്റ് ആക്കണമെങ്കിൽ വീണ്ടും 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 അത് കാണണം. ഞാൻ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു, പിന്നെ നിങ്ങൾ എന്നെ കണ്ടു. ഇനി ഞാനൊക്കെ വരുന്നത് 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വന്നെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ മുഖം മറന്നിട്ടുണ്ടാവും. കാരണം എൻ്റെ മുഖം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ മാത്രം മുന്നിൽ വന്നൊരു സംഭവമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ. അത് ഇപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പററി മെമ്മറിയിൽ മാത്രം സേവ് ചെയ്യും. പിന്നെ അത് വരുന്നില്ല. പിന്നെ എന്താ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ മുന്നിലേക്ക് ഈ മുഖം വരുന്നേ ഇല്ല. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം കുറച്ച് നാളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വെയിറ്റ് ചെയ്യും, 1-2 ദിവസം. എന്നിട്ടും ഇത് വീണ്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ടെമ്പററി മെമ്മറിയിൽ വെക്കും. പിന്നെ അവിടെ നിന്ന് അത് എറേസ് ചെയ്ത് കളയും, ആവശ്യമില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷനും. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അപ്പം കുട്ടികളുടെ അടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന കാര്യം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ഇനി അത് നിങ്ങൾ എക്സാമിൻ്റെ സമയത്താണ് പോയി പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്, റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇന്ന് പഠിക്കുന്ന കാര്യം നിങ്ങൾ അതിനൊരു മെത്തേഡൊക്കെ ഉണ്ട്. 139 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ട്, 3 ദിവസം കഴിഞ്ഞിട്ട്, 9 ദിവസം കഴിഞ്ഞിട്ട്, 21 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ റിവൈസ് ചെയ്യാനൊരു മെത്തേഡൊക്കെ ഉണ്ട്. അത് പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൈൻഡിൽ അത് ഒരിക്കലും പോവാത്ത പോലെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അതേപോലെയാണ് മാനിഫെസ്റ്റേഷനും. നിങ്ങൾ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഓർക്കത്തൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ എഴുതിക്കൊണ്ട് ഡെയിലി എഴുതുമ്പോഴത്തേക്കും സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവും, ഓക്കെ ഇതാണ് എൻ്റെ ഗോൾ, ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിന് വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യും, നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങൾ കൊണ്ടുത്തരും. ഇനി ഇത് ഒന്നാമത്തെ സെറ്റ്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ടത് ഡയറി എഴുതുക. ഡയറി എഴുതുന്ന സമയത്ത് ഇപ്പോൾ പ്രസൻറ്റായിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ സംഭവിക്കും. എന്താണ് നടക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഇപ്പം എനിക്ക് 5 ലക്ഷം രൂപ വേണം എന്നെഴുതരുത്. വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അതില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനോ അല്ലെ യൂണിവേഴ്സിനോ കിട്ടുന്ന സിഗ്നൽ. എനിക്ക് 5 ലക്ഷം രൂപ, ഇന്ന് എനിക്ക് 5 ലക്ഷം, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടി, എൻ്റെ എല്ലാ കടങ്ങളും മാറി, ഇത്രയ്ക്കും മിറാക്കുലസ് ആയിട്ട് എൻ്റെ ലൈഫിൽ 5 ലക്ഷം രൂപ വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്, ഇപ്പം ഞാൻ എത്ര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ജോലി എനിക്ക് കിട്ടി, ഞാനിപ്പോൾ ഇന്ന ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ ദിവസം നിങ്ങൾക്കത് മാറ്റി എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പം എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം, ആ ഒരു ലക്ഷ്യത്തെ പറ്റി. ഓക്കെ, 5 ലക്ഷം രൂപയാണ്, അതിനെപ്പറ്റി തന്നെ പല രീതിയിൽ എഴുതാം. അങ്ങനെ എഴുതാം. അങ്ങനെ നമുക്ക് എഴുതി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ കണ്ടാൽ മതി. അത് ഭയങ്കര ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്നും കാണിക്കത്തില്ല, ചിലതൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയായിരുന്നു പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ വോയിസും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കണ്ണിലും കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കതിനെ ഫീൽ ചെയ്യാനും അതിന് എഫക്റ്റ് കൂടുതലും കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്നത്, പറഞ്ഞ് മാനിഫെസ്റ്റ്. ഇത് കൂടാതെ വേറെ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പലതരത്തിലുള്ള മെത്തേഡ്സ് പറഞ്ഞുതരാം. എല്ലാ മെത്തേഡ്സൊന്നും പരീക്ഷിക്കണം എന്നൊന്നുമില്ല. ഞാൻ പറയാം, മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് എബൌട്ട് ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ എഴുതി അതല്ല മാനിഫെസ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിക്കും. അതിന് പല മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആവുന്നത്, ഏതാണ് നമുക്ക് എഫക്റ്റ് കിട്ടുന്ന മെത്തേഡ്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന മെത്തേഡിലൂടെ ചെയ്താൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നടക്കൂ എന്ന് ഇല്ല. ഞാൻ ആദ്യമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞു, ഞാൻ എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ചിന്തിച്ച് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എഴുതാനുള്ള നേരമൊന്നുമില്ല, കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കും, മാനിഫെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. വെറുതെ ചിന്തിച്ച കാര്യങ്ങൾ വരെ മാനിഫെസ്റ്റ് ചെയ്ത് നടന്നിട്ടുണ്ട്, നല്ലതും ചീത്തയും നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് അതുപോലെ നമുക്ക് കെട്ടിപ്പൂട്ടി വെക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നമ്മുടെ മൈൻഡിനുണ്ട്. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡും ഭയങ്കര സ്ട്രോങ് ആവും. നിങ്ങളുടെ മൈൻഡും നിങ്ങൾ വിചാരിച്ചെടുത്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ജയിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ലൈഫിൽ
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മടിയുടെ കാര്യമൊക്കെ, മടിയുള്ള സമയത്ത് മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ആ കിടക്ക വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മൈൻഡിനെ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെ വേണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നമ്മളുടെ മാനിഫെസ്റ്റേഷന് പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ആ മെത്തേഡ്സ് എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആസ് ബിഗിനേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ സ്ക്രിപ്റ്റിംഗ് എഴുതി ചെയ്യുന്നത്, അത് ചെയ്യാൻ നല്ല എഫക്റ്റീവാണ്. കാരണം ഡയറക്റ്റ് ഈ ന്യൂറോൺസ്, നമ്മുടെ വിരൽത്തുമ്പിലുള്ള ന്യൂറോൺസ് ഡയറക്റ്റ് നമ്മുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. തലച്ചോറുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ പറയില്ല ഇങ്ങനെ എഴുതി പഠിക്കുക മക്കളെ എന്നൊക്കെ നമ്മുടെ മക്കളുടെ അടുത്ത് പറയത്തില്ലേ. അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ കൂടുതലായിട്ട് മൈൻഡിൽ അത് സ്റ്റോർ ആവും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കമാൻഡ്സ് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതിനു വേണ്ടി നീ വർക്ക് ചെയ്യും, ഇത് നീ എനിക്ക് മുന്നിൽ കൊണ്ടുത്താ എന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി മുതൽ എൻ്റെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സായ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, മേലാൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളെപ്പറ്റി സംസാരിക്കരുത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ ലൈഫ് ഭയങ്കര സക്സസ്ഫുള്ളാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു, എനിക്കിപ്പോൾ ഒരു കടം പോലും ഇല്ല. പിന്നെ കടം മേടിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ എനിക്കാണെങ്കിലും കടമുണ്ട്. ഞാൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ വീട് വയ്ക്കുകയും സ്ഥലം മേടിക്കുകയും കാർ മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കടം വലിയ വലിയ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറഞ്ഞിട്ടുണ്ട്, കടം മേടിച്ചുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് വെൽത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. കാരണം അത് കടമെടുത്ത് നമ്മൾ ഇൻഡെപ്റ്റഡ് ആയിട്ട്, ഇപ്പം കടമെടുത്ത് ആ പൈസ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് അത് നശിച്ച്, അങ്ങനെയല്ല. ആ കടമെടുത്ത് അത് നമ്മൾക്ക് ഫ്രൂട്ട്ഫുള്ളായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊരു ബുക്കുണ്ട്. അത് ഭയങ്കര ഫേമസ് ബുക്കാണ്. അപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട്, കടം മേടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ഞാനൊരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള കുറച്ച് ഫിനാൻഷ്യൽ ബുക്സ് ഉണ്ട്. ആ ബുക്സിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഐഡിയാസ്, അതിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പറ്റുവാണെങ്കിൽ ബുക്ക് അതിന് ഇതുണ്ട്, ഓഡിയോ ബുക്ക് അവൈലബിൾ ആണ് മലയാളത്തിൽ. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി. സമയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ്, അതാണ് ആ ബുക്കിൻ്റെ പേര്. അങ്ങനെയുള്ള കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത്, നമുക്ക് കടം മേടിക്കുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു ലയബിലിറ്റി ഉണ്ടാകുന്നതോ ഒരിക്കലും നമുക്ക്, അത് നല്ല രീതിയിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്കൊരു മോശമായ കാര്യമല്ല എന്നുള്ളത്. കടം മേടിച്ച് എങ്ങനെ ലൈഫിൽ സക്സസ്ഫുള്ളായി, പുള്ളിയുടെ കഥയുണ്ട് എങ്ങനെ പുള്ളി സക്സസ്ഫുൾ ആയി എന്നൊക്കെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് കടം ഉണ്ടെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. കടം കൊടുത്ത് തീർക്കാൻ, കടവും കൊടുത്തിട്ട് പിന്നെ ജീവിക്കാൻ നമുക്ക് പൈസ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടുക. അപ്പോൾ കടമുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അത് കൊടുത്തൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബേർഡനായിട്ട് കണക്കാക്കണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്ത് തീർക്കാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കത് കൊടുത്ത് തീർക്കാം. അത് വലിയ ലൈഫിൽ നമ്മൾ ഒരു ഫെയിലിയർ ആയതായിട്ടോ, എല്ലാവരും കടം മേടിക്കുന്നുണ്ട്. ലോക രാജ്യങ്ങൾ കടം മേടിക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ രാജ്യങ്ങളും കടം മേടിക്കുന്നുണ്ട്. അതേപോലെ വലിയ കോർപ്പറേറ്റ്സ് കടം വാങ്ങാറുണ്ട്. നമ്മുടെ വിജയ് മല്യയൊക്കെ കോടീശ്വരനായിരുന്നു. എത്ര ബാങ്കുകളെ പറ്റിച്ചിട്ടാണ് പുള്ളി പോയത്. അതിനർത്ഥം പുള്ളിക്ക് അത്രയും ബാങ്കുകളിൽ പുള്ളി അവിടെ നിന്ന് പൈസ കടം വാങ്ങി എന്നുള്ളതല്ലേ. അത് കടം വാങ്ങുന്നത് സാധാരണക്കാരായി നമ്മൾ മാത്രമല്ല, വലിയ ആൾക്കാരും കടം വാങ്ങാറുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. പക്ഷേ അതൊക്കെ വീട്ടാനുള്ള വഴി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുക. ഇന്ന് മാത്രമല്ല, ഇനി ലൈഫ് മുഴുവൻ നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ മക്കളോ ഭാര്യയോ ഭർത്താവോ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കാം. നെഗറ്റീവായിട്ട് പറയല്ലേ, അപ്പോൾ ഈ മാസം നമുക്ക് പൈസ ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. നമുക്ക് ഈ മാസം നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ പൈസ, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ടിരുന്ന് നോക്കിക്കേ, നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്.